ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അസ്തയിലെ ഷോപ്പിംഗ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് അസ്ത. നമുക്ക് അസ്തയുടെ ഉള്ളിലോട്ട് കയറി പോവാം. എന്നിട്ട് നമുക്ക് അവിടുത്തെ ഷോപ്പിംഗ് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അസ്ത UK-യിലെ മൂന്നാമത്തെ വലിയ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയാണ്. 1949 ഇത് ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ടത്. 2021 ഈ അസ്ത ഇന്ത്യൻ വംശജരായ ഒരു ഇസ ബ്രദേഴ്സ് ഏറ്റെടുക്കുകയുണ്ടായി. ഇപ്പോൾ ഇത് അവരുടെ നിയന്ത്രണത്തിലാണ്. ഇവരുടെ ചെടി ഒക്കെ വെച്ചിരിക്കുന്ന സെക്ഷനാണ്. അതിൻ്റെ വിലകളൊക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാം. നമ്മുടെ നാട്ടിലെ മുളകിൻ്റെ തൈയാണിത്. ഇതിൻ്റെ വില കണ്ടോ, 3 പൗണ്ട്, ഏകദേശം 300 രൂപ. ഇവിടെയുള്ള മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും ഇങ്ങനെ പുറത്തൊരു ചെടിയുടെ ഒരു സെക്ഷൻ ഉണ്ടാവും. വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ അത്യാവശ്യം വലുതായിരിക്കും. എന്നാലും എങ്ങനെ പോയാലും മിക്കവരുടെ അടുത്തും ഒരു ചെറിയ സെക്ഷനെങ്കിലും കാണും. നമ്മുടെ നാട്ടിൽ ഡാലിയാണ്. 2 എണ്ണത്തിന് 6 പൗണ്ട്, അതായത് 2 ചെടിച്ചട്ടിക്ക് ഏകദേശം 600 രൂപ. നാട്ടിൽ ജമന്തിപ്പൂ 2 എണ്ണത്തിന് 6 പൗണ്ട്, അപ്പോൾ 600 രൂപ. വീണ്ടും ഡാലിയ. ഈ ചെടി ഓർമ്മയില്ലേ? ഇതിൻ്റെ വില നോക്കി, 10 പൗണ്ട്. ഒരു മുന്തിരി ചെടിയാണെന്ന് തോന്നുന്നത്. മുന്തിരിയ 17 പൗണ്ട് കേട്ടോ അതിൻ്റെ വില. 1700 രൂപയുടെ സാധനമാണത്. ഈ ചെടിയുടെ ഒന്നും പേരെനിക്ക് അറിയത്തില്ല കേട്ടോ. ഇത് പാഷൻ ഫ്രൂട്ട് 6 പൗണ്ട്. നമ്മളേകദേശം 1 പൗണ്ട് 100 രൂപ എന്നുള്ള കണക്കിലാണ് ഇപ്പോൾ കാണുന്നത്. അത് ചിലപ്പം ഇപ്പോൾ കൂടുതലാണ്, എന്നാലും അങ്ങനെ വേണം, അതാണ് നമുക്ക് കണക്കൂട്ടാൻ എളുപ്പം. നമുക്കെന്നാൽ അസ്തയുടെ ഉള്ളിലേക്ക് കയറാം. ആക്ച്വലി നമുക്കിതൊരു പാർസൽ ഡെലിവറി ഉണ്ട്. ഈ അസ്തയുടെ ഒരു ബ്രാൻഡാണ്, അവരുടെ ക്ലോത്തിങ് ബ്രാൻഡാണ് ജോർജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജോർജിൻ്റെ ഒരു ഡ്രസ്സ് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഈ അസ്തയിൽ വന്നത് കളക്ട് ചെയ്യാം. അപ്പോൾ അത് കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അതെങ്ങനെയാണെന്ന് കൂടെ നമുക്ക് കാണാവേ. ഇവിടെ കുറച്ച് ബൊക്കയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ വിലയൊന്ന് നോക്കാം. ഈ ഒരു ചെടിക്ക് 6 രൂപ കേട്ടോ. 6 പൗണ്ട്, 6 രൂപയല്ല. ഈ ബൊക്കയ്ക്ക് 6 പൗണ്ട്, 8 പൗണ്ട്, 800 രൂപ. എല്ലാം ഫ്രഷ് ഫ്ലവേഴ്സാണ്. ഇതാണ് മറ്റേ ആ ഡെലിവറി ചെയ്യുന്ന ആ സാധനം, ഒരു കമ്പ്യൂട്ടർ. അപ്പോൾ നമുക്ക് ഈ ഡെലിവറി എടുക്കുമ്പം ഇവരൊരു QR കോഡ് അയച്ചു തരും. ആ കോഡ് ഇവിടെ സ്കാൻ ചെയ്താൽ മതി. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിതിനകത്ത് ഈ സാധനം ഈ വിൻഡോയ്ക്കകത്തൊക്കെ താഴോട്ട് വരും. ഞാൻ ഈ 2 കയ്യിലും, ഒരു കയ്യിൽ ക്യാമറയും മറ്റേ കയ്യിലും ഫോൺ പിടിക്കുമ്പോൾ വലിയ പാടാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെയാവുന്നത്, ക്ഷമിക്കണം. ഇതാണ് നമ്മുടെ QR കോഡ്. അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സാധനം വന്നു കഴിഞ്ഞു. ഇതാണ് നമ്മുടെ പാഴ്സല്. ഇവിടെ തന്നെ ഒരു ക്ലോത്ത്സിൻ്റെ സെക്ഷനും കൂടി ഉണ്ട്. ഇതിന് 22 പൗണ്ട്. ഇതൊരു സെയിലിൻ്റെ സ്ഥലം. ഇവിടെ ഈ ഗാർഡനിലെ സാധനങ്ങളൊക്കെയാണ് ഈ സെക്ഷനിൽ വെച്ചിരിക്കുന്നത്. ഗാർഡനിലെ മറ്റേ ടൂൾസും അതുപോലെ തന്നെ വെള്ളം നനയ്ക്കാനുള്ള പൈപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇത് മറ്റേ ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ലൈറ്റുകളൊക്കെയാണ്. സോളാറിൻ്റെ ലൈറ്റാണ് കേട്ടോ അത്. അതിന് 1.25, ഏകദേശം 125 രൂപ.
പിള്ളേരുടെ കളിപ്പാട്ടങ്ങളൊക്കെയാണ്. ടോയ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഔട്ട്ഡോർ ടോയ്സ് ഒക്കെ, ചെരുപ്പുകളുടെ സെക്ഷൻ. ഇതിന് 4 പൗണ്ട് 400 രൂപ. ഒരു കണ്ണാടി കണ്ടോ, ഒരു കൂളിംഗ് ഗ്ലാസ്. അത് റെഡ്യൂസ്ഡ് പ്രൈസാണ്, 150. കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സ്. ഇത് 2 പൗണ്ടിന്. ഇതൊക്കെ 2 പൗണ്ടേ ഉള്ളൂ ഇതിന്. ഇതൊക്കെ അമേസിങ് വാല്യൂ എന്ന് പറഞ്ഞ് കുറേ സാധനങ്ങൾ അങ്ങനെ കുറഞ്ഞ പൈസയ്ക്ക് ഉണ്ടാവും. ചില സാധനങ്ങൾക്ക് നമ്മൾ വിചാരിക്കും ഇത് വലിയ കാണാനൊന്നും രസമില്ല, പക്ഷേ അതിന് നല്ല റേറ്റും ആയിരിക്കും. ചിലതിന് നല്ല ചീപ്പ് പ്രൈസും ഉണ്ടാവും. പിന്നെ ഞാൻ അധികം പറയുന്നില്ല, കാരണം എനിക്ക് ഡ്രസ്സിനെ പറ്റി വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. യൂണിഫോമിൻ്റെ ഷൂസാണ്. കുറേ ബാഗ്സൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഈ ഒരു ബാഗിന് 18 പൗണ്ട് 1800 രൂപ വരും. ചെറിയ ബാഗുകൾ. കണ്ടോ, 4 വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ കോട്ട് കണ്ടോ, 22 പൗണ്ട്. $3.5 പൗണ്ടിൻ്റെ ഒരു ഡ്രസ്സ്. ഇതുണ്ടോ, ഈ ഒരു ബനിയൻ്റെ വില ഏകദേശം 1400 പൗണ്ട് പ്ലസ് 1400 പൗണ്ടല്ല, 14 പൗണ്ട് 1400 രൂപ. യൂണിഫോംസ്. ഇതൊക്കെ യൂണിഫോമിൻ്റെ സെക്ഷനാണ്. കിഡ്സിൻ്റെ ഡ്രസ്സ്. വലിയ ആളുകളുടെ ഡ്രസ്സാണ് ഇതൊക്കെ. നല്ല ക്വാളിറ്റി ഉള്ള തുണി കേട്ടോ. 15 പൗണ്ടിൻ്റെ സാധനമാണ്, റെഡ്യൂസ് ചെയ്ത് 10 പൗണ്ടിന് വിൽക്കുന്നു. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു ടീഷർട്ട്, അത് 5 പൗണ്ടിനാണ്, 500 രൂപ. ആ ചുവപ്പ് സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നതൊക്കെ റിഡക്ഷൻ സെയിലാണ്. 18 പൗണ്ടിന് ഇപ്പോൾ 12 പൗണ്ട്. നല്ല രസമുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് ക്ലോത്ത്സിനെ പറ്റിയൊക്കെ ഒരു ബേസിക് വിവരമുള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. അത് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. സെയിൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വലിയ സെയിലൊന്നും ഞാൻ കണ്ടില്ല. ഇതുണ്ടോ, ഇത് ഇവരുടെ ഇലക്ട്രോണിക് സെക്ഷനാണ്. ഇത് ഇവരുടെ ബ്രാൻഡുണ്ട്. ഇവരുടെ ബ്രാൻഡ് ജോർജ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വേറെ ബ്രാൻഡുകളുടെ സാധനങ്ങളാണ്. ഇതുണ്ടോ, ജോർജ് ഹോം. അവരുടെ ഒരു എയർ ഫ്രയറാണ്. അത് റിഡക്ഷൻ പ്രൈസിൽ 25 പൗണ്ട്. ഒരു റൈസ് കുക്കർ ഉണ്ടായിരിക്കുന്നു, 18 പൗണ്ട്. സ്റ്റാൻഡ് മിക്സർ.
മൈക്രോവേവ് റിഡക്ഷൻ പ്രൈസാണ് 49 പൗണ്ട്. ഈ റെഡ് സ്റ്റിക്കറുള്ള എല്ലാം റിഡക്ഷൻ പ്രൈസാണ്. ഈ ജോർജ് എന്ന് എഴുതിയേക്കുന്നതെല്ലാം ഇവരുടെ സ്വന്തം ബ്രാൻഡാണ്, ഈ അസ്തയുടെ സ്വന്തം ബ്രാൻഡ്. പക്ഷെ നല്ലതാട്ടോ. ട്രിമ്മേഴ്സ് 40 പൗണ്ട്. ഇതും ഇവരുടെ തന്നെ ബ്രാൻഡുണ്ട്. എവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല, എവിടെയൊക്കെ കാണും. ഹെയർ ഡ്രയറും അതുപോലെ തന്നെ മുടി ചുരുട്ടുന്ന ആ സാധനമൊക്കെ. ചെറിയൊരു മിറർ. ഇതാണ് പാത്രങ്ങളുടെയൊക്കെ സെക്ഷൻ. ഇതിന് 10 പൗണ്ടേ ഉള്ളൂ. ഇത് ഈ ഒരു സ്റ്റീലിൻ്റെ 7.5 പൗണ്ട്. നോൺ സ്റ്റിക്കുകളുടെ സെക്ഷൻ. ഈ പാത്രങ്ങൾ നല്ല പാത്രങ്ങളാണ് കേട്ടോ. പല ബ്രാൻഡിൻ്റെയും ഉണ്ട്. ബ്രാൻഡ് അനുസരിച്ച് വില കൂടുതലും കുറവായിട്ടൊക്കെ വരും. ഇത് അത്യാവശ്യം നല്ല ഒരെണ്ണമാണ്, നല്ല കട്ടിയൊക്കെ ഉണ്ട്. ഇതാണ് ഡിന്നർ സെറ്റുകൾ, പല സൈസുള്ള ഡിന്നർ സെറ്റ്. കപ്പുകളുണ്ടോ പല സൈസിൽ, ചിലതൊക്കെ നല്ല രസമുണ്ട്. £12.5. ഇത് നല്ല ബ്രാൻഡാണ് കേട്ടോ. ഒരു അലാം ക്ലോക്ക്. മെമ്മറി കാർഡുകളൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത്. മെമ്മറി കാർഡ്സൊക്കെ നമുക്ക് എപ്പോഴും ഓൺലൈനിൽ വാങ്ങുന്നതാണ് നല്ലത്. ഇപ്പം പിന്നെ അധികം മെമ്മറി കാർഡുകളൊന്നും വേണ്ടല്ലോ പുതിയ ഫോൺ വെക്കുന്നു. പ്രിൻറ്റിങ് പേപ്പേഴ്സ്. ഇത് ഈ കാറിൻ്റെ വണ്ടികളുടെയൊക്കെ സെക്ഷനാണ്. അതായത് വണ്ടികളുടെ കൂളൻ്റ്, എൻജിൻ ഓയില്, പെർഫ്യൂംസ്, പിന്നെ ക്ലീനിങ് സൊല്യൂഷൻസ്, ഗ്ലാസ് ക്ലീനർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഉണ്ട് 15 പൗണ്ടിൻ്റെ ആ ഒരു എക്സ്റ്റൻഷൻ ബോക്സ്. ഇത് ഔട്ട്ഡോർ എക്സ്റ്റൻഷൻ ബോക്സാണ്. അതിന് 15 പൗണ്ട്. 10 മീറ്റർ നീളമുണ്ട് തോന്നുന്നു. ഫ്രൂട്ട്സ് ലൈവായിട്ട് സ്ട്രോബെറി ഉണ്ട്, നല്ല സ്റ്റൈലിഷ് സ്ട്രോബെറി. 1.95. ഓറഞ്ചുകൾ. നാരങ്ങ. ചെറുനാരങ്ങ പോലെ ഇരിക്കും, പക്ഷേ ചെറുനാരങ്ങയേക്കാളൊക്കെ വലുതാണ്. ചെറുനാരങ്ങ എന്ന് തന്നെ പറയാം. 1 പൗണ്ട്. മുന്തിരി. വെജിറ്റബിൾസ് ആണ്. ചിക്കൻ്റെ വിങ്സ് ആണ് കേട്ടോ. 2.15. ബീഫ് അതിന് 13.16.
ഇതിൻ്റെയൊക്കെ സ്ലൈസ് വെച്ചിട്ടുണ്ട്. ഒരു ലാമ്പാണിത്. ലാമ്പിൻ്റെ വില കാണാൻ പറ്റില്ല. ഇതുണ്ടോ പന്നിയിറച്ചിക്ക് ഇവിടെ കമ്പാരിറ്റീവ്ലി എപ്പോഴും വില കുറവായിരിക്കും, കാരണം ഇവരുടെ ഒരു ഫേവറേറ്റ് ഐറ്റം ആയതുകൊണ്ട്. പിന്നെ 5.72 ഉള്ളൂ. ഇതുണ്ടോ 1 കിലോയ്ക്കുള്ളതിന് 4 point something. ഇത് കോസ്മെറ്റിക്സിൻ്റെ ഒരു സെക്ഷനാണ്. ഇവിടെ സൺസ്ക്രീൻ ലോഷൻസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ അധികം ഒന്നും ചൂടില്ലെങ്കിലും ഇവിടെ സണ്ണ് വരുമ്പം ഇവരുടെ സ്കിന്നിന് അധികം ഒന്നും എന്നാ പറയുക, ഈ ഇത്തരം റൈസുകളെ ഒന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവ് കുറവാണ്. അതുകൊണ്ട് ഇവിടെ കൂടുതലായിട്ട് ഇത്തരം ക്രീമുകളുണ്ട്. അവീനോ ഒരു നല്ല ബ്രാൻഡാണ് കേട്ടോ. പിന്നെ ഇതിനെപ്പറ്റിയൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പ്രത്യേകിച്ച് ബ്യൂട്ടി സെക്ഷനിൽ എല്ലാ സ്ഥലത്തെയും പോലെ ലേഡീസ് ഐറ്റംസ് ആണ് കൂടുതൽ. ഇതെനിക്ക് തോന്നുന്നു ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷനാണ്. ബ്രാൻഡുകളെ പറ്റിയൊന്നും എനിക്ക് വലിയ ധാരണയില്ല. നെയിൽ പോളിഷിൻ്റെ സെക്ഷനാണ്. ഇതുണ്ടോ ബിയറൊക്കെ അടിക്കി വെച്ചേക്കുന്നുണ്ടോ. ഇത് കുട്ടികൾക്കുള്ള ഫുഡ്സാണ് കേട്ടോ. അപ്റ്റമിൽ ഇവിടുത്തെ ഒരു ഫേവറേറ്റ് ഫോർമുല മിൽക്കാണത്. അതുപോലെ കൗഗേറ്റ്. ഇത് കുട്ടികളുടെ നാപ്പീസ്, അതുപോലെ വൈപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ വേൾഡ് ഫുഡ് എന്ന് പറഞ്ഞൊരു കൗണ്ടറാണ്. പക്ഷേ ഞാൻ ഇന്ന് വന്നിട്ട് എനിക്കിവിടെ കാര്യമായിട്ട് ഇന്ത്യൻ സാധനങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. മുട്ട, കോഴിമുട്ടയാണത്. നമുക്ക് തുറന്നു നോക്കാം. മദ്യം റെഡ് ലേബലിൻ്റെയൊക്കെ 20 പൗണ്ട്. ഇവിടെ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഇതുപോലെ ഒരു മദ്യത്തിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടാവും. കാരണം ഞാൻ പഴയ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, മദ്യം എന്ന് പറയുന്നത് ഇവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അവർക്ക് ഒഴിച്ചുവിടാൻ പറ്റില്ല. അപ്പോൾ ഇവരുടെ എല്ലാ ഷോപ്പിംഗ് കോംപ്ലക്സുകളിലും അതുപോലെ തന്നെ എല്ലാ ഷോപ്പിംഗ് മാളുകളിലും ഒരു ചെറിയ കടയാണെങ്കിൽ പോലും ഇതൊക്കെ എന്തായാലും കാണും. പിന്നെ ബില്ലിംഗ് കൗണ്ടറിൻ്റെ അവിടെ ഒരു 18 വയസ്സായി എന്ന് ഒന്ന് കൺഫേം ചെയ്യണം. അത് ഇതിൽ സ്റ്റാഫ് ചെയ്തോളും. അല്ലാതെ വേറെ ഒന്നുമില്ല. അതും എല്ലാത്തിനും ഒന്നുമില്ല താനും. ഇതിൻ്റെയൊക്കെ വില കണ്ടോ. ആ കാണുന്നതാണ് കേട്ടോ ബില്ലിംഗ് കൗണ്ടർ. നമുക്ക് ആ റാക്കിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ തന്നെ പൊക്കോളും. ഒരു ഫിഷിൻ്റെ ഫില്ലറ്റാണ്. തിലാപ്പിയ ഫിഷിൻ്റെ ഫില്ലറ്റാണിത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രൈസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഫ്രോസൺ ഫുഡ്സാണ്. സാധാരണ ധാരാളം മലയാളീസും ഇന്ത്യക്കാരൊക്കെ ഉള്ള സ്ഥലത്ത് ഇവർ കുറച്ച് ഇന്ത്യൻ സാധനങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. പക്ഷേ ഈ ഷോപ്പിലും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കുറേ സാധനങ്ങൾ ഉള്ളതായിരുന്നു. പക്ഷേ ഇന്ന് വന്നപ്പോൾ ഒന്നും കണ്ടില്ല. എല്ലാം ഒരു പക്ഷേ തീർന്നതായിരിക്കും. സാധാരണ നമ്മുടെ പപ്പടം ഉണ്ടാവാറുണ്ട്. ഹോർലിക്സ്, നമ്മുടെ നാട്ടിലെ ഹോർലിക്സ് ഇല്ലേ, അതിൻ്റെ ഒറിജിനൽ ബ്രാൻഡാണ് കേട്ടോ അത്. ഐസ്ക്രീംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ തോന്നുന്നു. ഫേമസ് ഫെറാറോ റോച്ചർ 5.2 അതിന് ഇത് നമ്മുടെ ഫ്രൈസാണ്. അതൊക്കെ പല ബ്രാൻഡിൻ്റെ ഉണ്ട്. 1.62. ഇത് അസ്തയുടെ തന്നെ ഐസ്ക്രീമാണ് ആയിരിക്കുന്നത്. അതിന് 1.85. ഈ ഒരു സെക്ഷൻ ഫുള്ളായിട്ടും ഈ ഡോഗ്സിൻ്റെയും ക്യാറ്റ്സിൻ്റെയും ഒക്കെ ഫുഡാണ്. കാരണം പെറ്റ്സ് എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ.
നമുക്കപ്പോൾ ഏകദേശം ഷോപ്പിംഗ് ഒക്കെ ഒന്ന് വൈൻഡ് ചെയ്യാം, ബില്ലിങ്ങിന് പോവാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.